ഹായ്, ഇന്നത്തെ സ്പെഷ്യലേ നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോൻ്റെ അടുത്തുള്ള ഒരു ചിക്കനാണ് കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 ചെറുനാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ ചിക്കൻ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ അധികം തിക്കില്ലാതെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. പതുക്കെ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ, ഇല്ലെങ്കിൽ ചിക്കൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോവും. ഇത് മറിച്ചിട്ടതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ലപോലെ മൊരിയിച്ചെടുക്കണം. ചിക്കൻ അത്യാവശ്യം വെന്ത് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് മിക്സ് ചെയ്യുള്ളൂ, വേവിക്കില്ല. അപ്പോൾ ഇതുപോലെ വറുത്ത് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ മാറ്റിയെടുത്ത് അതിലോട്ട് ഒരു കൈപ്പിടി കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടി വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ഈ എണ്ണയിലോട്ട് 2 മീഡിയം സൈസ് സവാളയും ഒരു 30-40 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. മുഴുവൻ ചുവന്നുള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ലോണം വാടി വരുമ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 സ്പൂൺ ചതച്ച മുളകും 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മധുരത്തിന് ആവശ്യമായ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ചിക്കനിലെ മസാല എല്ലാം യോജിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ വറുത്ത് മാറ്റി വെച്ച വേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.